ഗുഡ് മോർണിംഗ്. നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് സ്കെയിലാർ പ്രോഡക്റ്റാണ്. ഡോട്ട് പ്രോഡക്റ്റ് കണ്ടു. അടുത്ത സെക്ഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ. ഓക്കെ, പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ. ഓക്കെ, ഡെഫിനേഷൻ നോക്കാം. ഇഫ് വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി ആർ ടു വെക്റ്റേഴ്സ്, then the projection of vector b in the direction of vector a is a dot b by magnitude of vector a. So a dot b എന്താണെന്ന് അറിയാം നമുക്ക്. വെക്റ്റർ മോഡുലസ് ഓഫ് വെക്റ്റർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്റ്റർ ബി കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഇതിൽ വെക്റ്റർ എയുടെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും ഇവിടെ? വെക്റ്റർ ബിയുടെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു കോസ് തീറ്റ വരും. ഓക്കെ, അപ്പോൾ അതാണിത്. ഓക്കെ, സോ എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ വരും. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബിയെ നമുക്ക് ബി എന്ന് വെറുതെ ബി എന്ന് ഡിനോട്ട് ചെയ്താൽ ബി കോസ് തീറ്റ എന്ന് പറയാം. സോ യു ക്യാൻ സീ ദിസ് ഫിഗർ വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി. ഇപ്പോൾ വെക്റ്റർ ബിയുടെ പ്രൊജക്ഷൻ ഓൺ എ അതെന്ന് പറയുന്നത് ബി കോസ് തീറ്റ, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കോസ് തീറ്റ. തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു വെക്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ബി കോസ് തീറ്റ. ബി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്റ്റേഴ്സ് എ ആൻഡ് ബി വിത്ത് മാഗ്നിറ്റ്യൂഡ്സ് √3 and 2 respectively, having a dot b equal to √6. Okay, so do that question. Find the angle between the vectors. ഇപ്പോൾ എ ആൻഡ് ബി രണ്ട് വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട്. ആംഗിൾ ബിറ്റ്വീൻ ആണ് നമുക്ക് കാണേണ്ടത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് തന്നിട്ടുണ്ട്. എ ഡോട്ട് ബി ക്രോസ് പ്രോഡക്റ്റും തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ കാണാമെന്ന് നോക്കൂ. നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ തന്നിട്ടുണ്ട്, വെക്റ്റർ എ. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബി തന്നിട്ടുണ്ട്. എ ഡോട്ട് ബി തന്നിട്ടുണ്ട്. എ ഡോട്ട് ബി എന്താ? ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ അല്ലേ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ. അപ്പോൾ കോസ് തീറ്റ എന്താണ്? ഓൾറെഡി നമ്മൾ കണ്ടതാണ്. എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ്. ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1/√2. ഓക്കെ, √6 എന്നുള്ള √3 ഇൻറ്റു √2 എഴുതാം. സോ 1/√2 ദാറ്റ് ഈസ് കോസ് തീറ്റ. കോസ് തീറ്റ ഈക്വൽ ടു 1/√2 ആകുമ്പോൾ തീറ്റ എന്താണ് നമുക്കറിയാം. തീറ്റ ഈസ് കോസ് ഇൻവേഴ്സ് 1/√2. സോ യു ഫൈൻഡ് ദ വാല്യൂ. ദെൻ യു ക്യാൻ ഗെറ്റ് തീറ്റ ഈക്വൽ ടു 5/4. ഓക്കെ, ഇപ്പോൾ കോസ് തീറ്റ ഈസ് 1/√2 ആകുമ്പോൾ തീറ്റ അതിൻ്റെ കോസ് ഇൻവേഴ്സ് 1/√2 ആണ്. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് 5/4. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്റ്റേഴ്സ്. ടു വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ആംഗിൾ കാണണം. സോ ലെറ്റ് എ ഈക്വൽ ടു ദിസ് ആൻഡ് ബി ഇസ് ദിസ്. കോസ് തീറ്റ ഇതാണ് നമുക്കറിയാം. എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ഇപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ കാണണം. അത് √(x² + y² + z² ഉപയോഗിച്ചിട്ട് നമുക്ക് കാണാം. എ ഇതാണ്. സോ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് 46 മാഗ്നിറ്റ്യൂഡ്, ദാറ്റ് ഈസ് √14. ഓക്കെ, ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി അതും നമുക്ക് √14 കിട്ടുന്നുണ്ട്. ഇപ്പോൾ എ ഡോട്ട് ബി കാണുക. എ ഡോട്ട് ബി എസ് എസ്. എ ഡോട്ട് ബി ഇവിടെ കമ്പോണൻറ്റ് ഫോമിലാണ്. ഇപ്പോൾ A1 B1 + A2 B2 + A3 B3 ലൈക്ക് ദാറ്റ്, അല്ലെങ്കിൽ x1 x2 ആ ഫോമുല ഉപയോഗിക്കുക. സെയിം. സോ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 10. ഇപ്പോൾ എ ഡോട്ട് ബി നമുക്കറിയാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ അറിയാം, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് കോസ് തീറ്റ. ഓക്കെ, ഇപ്പോൾ കോസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കോസ് തീറ്റ ഈസ് 5/7. അപ്പോൾ തീറ്റ എന്താണ്? തീറ്റ ഈസ് കോസ് ഇൻവേഴ്സ് 5/7. ഓക്കെ, കം ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് ദ വെക്റ്റർ ദിസ് I + 3j + 7k ഓൺ ദ വെക്റ്റർ 7i - j + 8k. നമ്മൾ നേരത്തെ കണ്ടത് തന്നെ. ഇത് എ എന്ന് എഴുതുക. ദിസ് ഇസ് ബി. അപ്പോൾ എ ഡോട്ട് ബി പ്രൊജക്ഷൻ എന്താണ്? പ്രൊജക്ഷൻ ഓഫ് എ ആണ്. അപ്പോൾ എ കോസ് തീറ്റയാണ് വരിക. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫോമിൽ ഉപയോഗിക്കാം. എ ഡോട്ട് ബി കാണുക. കമ്പോണൻറ്റ് ഫോമാണ്. എ ഡോട്ട് ബി യു ക്യാൻ ഫൈൻഡ് ഔട്ട് ഇറ്റ് ആസ് 60 ആൻഡ് മോഡുലസ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഈസ് ദിസ് √114. ഇപ്പോൾ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ കോസ് തീറ്റ. അല്ലെങ്കിൽ ഈ രീതിയിൽ എഴുതാം. എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂസ്, ദെൻ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 60/√114. Okay.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ഈച്ച് ഓഫ് ദ ഗിവൺ വെക്ടേഴ്സ്, 3 വെക്ടേഴ്സ് ആർ ഗിവൺ ഈസ് എ യൂണിറ്റ് വെക്ടർ. ഷോ ദാറ്റ് ഈച്ച് ഓഫ് ദ ഗിവൺ 3 വെക്ടേഴ്സ് ഈസ് എ യൂണിറ്റ് വെക്ടർ. വെക്ടേഴ്സ് 3 തന്നിട്ടുണ്ട്. അത് യൂണിറ്റ് വെക്ടർ ആണെന്ന് കാണാൻ നമുക്കതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണം. ഓൾസോ ഷോ ദാറ്റ് ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് കാണുക. നമ്മൾ ആ വെക്ടേഴ്സിന് എ ബി സി പേര് കൊടുക്കുക. വെക്ടർ എ, വെക്ടർ ബി ആൻഡ് വെക്ടർ സി. മാഗ്നിറ്റ്യൂഡ് കാണുക. മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ എന്ത് കിട്ടും? വെക്ടർ എ മാഗ്നിറ്റ്യൂഡ് ഈസ് ദിസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. വാല്യൂസ് കൊടുക്കുക. ദെൻ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ യൂണിറ്റ് വെക്ടർ. ഇനി വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡ് അതുപോലെ തന്നെ കാണുക. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ദെൻ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1. ഓക്കെ, ഇനി വെക്ടർ സി കാണുക. വെക്ടർ സി ഈസ് ഓൾസോ 1. ഓക്കെ, യൂണിറ്റ് വെക്ടർ. ദെൻ എ ഡോട്ട് ബി ഈസ് ദിസ് എ ഡോട്ട് ബി. ഓക്കെ, എ ഡോട്ട് ബി കാണുക. അത് കമ്പോണൻറ്റ് ഫോമില എ ഡോട്ട് ബി കാണാനായിട്ട് ഇതുപോലെ ചെയ്യാം. x1 x2 plus x2 x y2 like that. Okay, then you will get it as 0. That means a dot b is 0. ഇത് ചെയ്ത് നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പോൾ you will get it as 0. Then a dot b 0 ആണ്. ഇവിടെ എയും ബിയും 0 അല്ല. That means this angle between them is 90 degree. Okay, so they are perpendicular, mutually perpendicular. Then next you find out b dot c. b dot c യും ഇതുപോലെ തന്നെ ചെയ്യാം. ബിയുടെ വാല്യൂ സിയുടെ വാല്യൂ സി, ബി ആൻഡ് സി. ഫൈൻഡ് ദ ഡോട്ട് പ്രോഡക്റ്റ്. ഡോട്ട് പ്രോഡക്റ്റ് കാണാൻ അറിയാം നമുക്ക്. കമ്പോണൻറ്റ് ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. ഡോട്ട് പ്രോഡക്റ്റ് കാണുക. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, ദെൻ യു ക്യാൻ സി ഡോട്ട് പ്രോഡക്റ്റ്. ഇത് രണ്ടും യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. ഡോട്ട് പ്രോഡക്റ്റ് 0 ആവുമ്പോൾ ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. മനസ്സിലായോ? Then next you find out a dot c. A dot c also you can see that also is equal to 0. That means vector a and vector c are also mutually perpendicular. Okay, then come to the next question. Evaluate the product 3a minus 5b dot 2a plus 7b. അപ്പോൾ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് കാണണം. രണ്ട് വെക്ടേഴ്സ് ആണ്. Then you can do like this. 3a dot product കാണുക. Then do like this. 3 ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 3 into 2 6a dot a plus 3 into 7 like this. Then like this. Okay, product കാണുക. Then a dot a. അപ്പോൾ modulus a square, magnitude of a square plus 21 a dot b minus 10 a dot b minus 35 magnitude of b square. Then you will get the final answer like this. Simplify that and write down like that. Okay, then come to the next question. If a b c are given such that a plus lambda is perpendicular to c, then find the vector value of lambda. Okay, അപ്പോൾ ഇവിടെ എ പ്ലസ് ലാംഡ ഈസ് പെർപെൻഡിക്കുലർ ടു സി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ ബി സി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എ പ്ലസ് ലാംഡ ബി കാണണം. ഇവിടെ ലാംഡ ബി എന്ന് പറഞ്ഞാൽ ബി എന്ന വെക്ടറിൻ്റെ ഒരു സ്കെയിലാർ പ്രോഡക്റ്റാണ്. ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ലാംഡ കൊണ്ട് ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനോടുകൂടി ആഡ് ചെയ്യുക. സോ ദിസ് ഈസ് എ പ്ലസ് ലാംഡ ബി. ഡു ദാറ്റ്. ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക. എന്നിട്ട് ഐയുടെ ടേംസ് എല്ലാം ഒന്നിച്ചാക്കുക, ജെയുടെ ടേംസ് ഒന്നിച്ചാക്കുക, കെയുടെ ടേംസ് ഒന്നിച്ചാക്കുക. ദാറ്റ് ഈസ് എ പ്ലസ് ലാംഡ ബി. ദെൻ നെക്സ്റ്റ് എ പ്ലസ് ലാംഡ ബി ഡോട്ട് സി കാണുക. എ പ്ലസ് ലാംഡ ബി ഡോട്ട് സി എന്ന് പറയുമ്പോൾ ഈ ഇതുപോലെ ചെയ്യുക. ഡോട്ട് സി ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക, കോഎഫിഷ്യൻസ് ഇതുപോലെ എടുക്കുക. ദെൻ സിംപ്ലിഫൈ ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് 6 minus 3 lambda plus 2 lambda equal to 0. Okay, then simplify that. Then you will get it as lambda equal to 8. Okay, lambda 8 എന്ന് കിട്ടും. So you are asked to find out the value of lambda. Okay, then come to the next question. Show that the points a, b and c are collinear.
എ ബി സി കൊളീനിയർ ആണെന്ന് എങ്ങനെയാണ് പറയുക? എ ബി സി കൊളീനിയർ ആണെന്ന് പറഞ്ഞാൽ എ ബി സി ഒരു ലൈനിലായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കൊളീനിയാരിറ്റി നേരത്തെ കണ്ടിട്ടുണ്ട്. കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി എന്ന് പ്രൂവ് ചെയ്യും അല്ലേ? അപ്പോൾ നമ്മൾ ഇതുപോലെ എ ബി സി 3 പോയിൻറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ പൊസിഷൻ വെക്റ്റർ ഓഫ് എ എടുത്തു, പൊസിഷൻ വെക്റ്റർ ഓഫ് ബി ആൻഡ് പൊസിഷൻ വെക്റ്റർ ഓഫ് സി. ഓക്കെ, തന്നിട്ടുള്ള പോയിൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് പൊസിഷൻ വെക്റ്റേഴ്സ് എഴുതാം. എന്നിട്ട് ലൈൻ വെക്റ്റർ ജോയിനിങ് എ ആൻഡ് ബി എടുക്കുക. ദാറ്റ് ഈസ് പൊസിഷൻ വെക്റ്റർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് എ. ദെൻ യു വിൽ ഗെറ്റ് this position vector of b minus position vector of b minus position vector of a. Find out that. Then you will get at I plus 4j minus 4k. Vector ab യുടെ മോഡുൽ മാഗ്നിറ്റ്യൂഡ് കാണുക. root of x square plus y square plus z square. Then you will get it as root 33. ഇനി വെക്റ്റർ ബി സി കാണുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൊസിഷൻ വെക്റ്റർ ഓഫ് സി മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് ബി. ഓക്കെ, ദെൻ യു വിൽ ഗെറ്റ് ഐ പ്ലസ് 4j മൈനസ് 4k. ഓക്കെ, ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുക. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. അപ്പോൾ റൂട്ട് 33 വന്നു. ഇതും റൂട്ട് 33 ആണ്, ഇതും റൂട്ട് 33. ഓക്കെ, ഇനി വെക്റ്റർ എ സിയുടെ പൊസിഷൻ വെക്റ്റർ ഓഫ് സി മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് എ. then it is 2i plus 8j minus 8k. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 2 root 33 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഇവിടെ റൂട്ട് 33, മറ്റേത് റൂട്ട് 33, അടുത്തത് 2 root 33. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം വെക്റ്റർ എ ബി, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ ബി പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബി സി ഈക്വൽ ടു root 33 plus root 33, that is 2 root 33, that is magnitude of vector AC. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എ ബി സി കൊളീനിയർ ആണ് അല്ലേ? magnitude of sum of these two vectors is the same as vector AC-യുടെ magnitude ആണ്. That means ABC are collinear. ഈ രീതിയിൽ തന്നെയാണ് 10ാം ക്ലാസ്സിലും ചെയ്തിരുന്നത്. സോ ഡു ഇൻ ദാറ്റ് വേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ദ വെക്ടേഴ്സ് 2i മൈനസ് ജെ പ്ലസ് കെ, i മൈനസ് 3j മൈനസ് 5k ആൻഡ് 3i മൈനസ് 4j മൈനസ് 4k ഫോം ദ വെർട്ടീസസ് ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഇനി ഇത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ വെർട്ടീസസ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇത് എ ബി സി പോയിൻറ്റ്സ് കൊടുക്കുക, പൊസിഷൻ വെക്ടേഴ്സ് എടുക്കുക. ഓക്കെ, പൊസിഷൻ വെക്ടർ ഓഫ് എ, പൊസിഷൻ വെക്ടർ ഓഫ് ബി ആൻഡ് പൊസിഷൻ വെക്ടർ ഓഫ് സി. അപ്പോൾ വെക്ടർ എ ബി എടുക്കുക. വെക്ടർ എ ബി എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെ എ ബി എന്ന വെക്ടർ കണ്ടു, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടു. ബി സി എന്ന വെക്ടർ കണ്ടു, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടു. ഓക്കെ, ഇൻ ദ സെയിം വേ ഇനി എ സി കാണുക. എ സിയും അതുപോലെ തന്നെ പൊസിഷൻ വെക്ടേഴ്സ്, പൊസിഷൻ വെക്ടർ ഓഫ് സി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ. ദെൻ യു വിൽ ഗെറ്റ് എ സി ദ വെക്ടർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? പൊസിഷൻ വെക്ടർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സി കാണുക റൂട്ട് 35. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒബ്സർവ്, നമുക്ക് എന്താ ചെയ്യേണ്ടത്? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെന്ന്. നമ്മൾ പൈതഗോറസ് തിയറം അറിയാം. എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. അപ്പോൾ അതിവിടെ നമുക്ക് കാണാൻ സാധിക്കും. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി സ്ക്വയർ ഇസ് 41, magnitude of BC square is 6 and magnitude of AC square is 35. Okay, so you can see 41 equal to 6 plus 35, that is magnitude of AB square equal to magnitude of BC square plus magnitude of AC square. That means these three sides form the sides of a right angle triangle. It follows or it satisfies Pythagoras theorem. That means ABC form the vertices of a right angle triangle. Okay. Then come to the next question. Find the magnitude of two vectors A and B having the same magnitude such that the angle between them is 60 degree and the scalar product is 1/2. അപ്പോൾ നമുക്ക് എന്താണ്? ടു വെക്ടേഴ്സ് എ ആൻഡ് ബി കാണണം. ഓക്കെ, എന്തൊക്കെയാണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്? സെയിം മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡും വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. പിന്നെയോ എ ഡോട്ട് ബി ഡോട്ട് പ്രോഡക്റ്റ്
1/2 ആണെന്ന് തന്നിരിക്കുന്നു. ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം തീറ്റ ഈസ് 60 ഡിഗ്രി. സോ എ ആൻഡ് ബി എടുക്കുക. എ ഡോട്ട് ബി എന്താണ്? എ ഡോട്ട് ബി ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കോസ് തീറ്റ. ഇതിൽ നമുക്കറിയാവുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എയും മാഗ്നിറ്റ്യൂഡ് ഓഫ് ബിയും ഈക്വൽ ആണ്. അപ്പോൾ രണ്ടും നമുക്ക് വേണമെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് എഴുതാം. ഇൻറ്റു കോസ് തീറ്റ ഈസ് 60 ഡിഗ്രി, കോസ് 60. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ ഇൻറ്റു കോസ് 60 1/2 ആണ് നമുക്കറിയാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂ 1/2. അപ്പോൾ എന്താ കിട്ടിയ? magnitude of a square into 1/2, magnitude of a square into 1/2 equal to 1/2, because magnitude of a is two vectors a and b having the same magnitude. Okay, find the magnitude ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് magnitude of a square into half and a dot b, that is equal to 1/2. So this is equal to 1/2. അപ്പോൾ magnitude of a square into 1/2 equal to 1/2. That means magnitude of a square is equal to 1. Okay. So magnitude of a equal to 1. Okay. That means magnitude of a equal to magnitude of b equal to 1. So that's a unit vector. Okay. So we got the magnitudes of these two vectors a and b satisfying these conditions. Okay. ഓക്കെ, ഇത് പല പ്രാവശ്യം ചെയ്തു നോക്കുക, റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കേൾക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.